ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. കേരള സ്റ്റോറി 2 മൂവി നമ്മളെ കേരളത്തെ കുറിച്ചേ അല്ല ആ കഥ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പൊ കാര്യം വൃത്തം കിട്ടും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ബായ് ക്യാ കോക്കനട്ട് ഹേ. കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി 2ന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ നടന്നു. അപ്പൊ അതിന്റെ കേരള സ്റ്റോറിയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ ഏതൊക്കെയോ 33 സ്ത്രീകളെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു രസം എന്താന്ന് വെച്ചാല് ഈ 33 സ്ത്രീകളിലും ഒരു മലയാളി പോലും അതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകര് ഓരോ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോളേ ഒരൊറ്റൊന്നിനും ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ കേരള സ്റ്റോറി ആകും എന്ന് ചോദിച്ചപ്പോ പിന്നെ അത് അങ്ങ് ഉരുണ്ട് കളിച്ച് അത് മൊത്തത്തില് അത് പാൻ ഇന്ത്യൻ സ്റ്റോറി ആക്കി അങ്ങ് മാറ്റി. അപ്പൊ മൂവി ഡയറക്ടറെ വായിന്ന് തന്നെ വന്നു, ഇത് കേരളമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല എന്നുള്ളത്, ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്, ഇത് നോർത്ത് ഇന്ത്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ആണ് എന്നുള്ളത് അവര് തന്നെ അങ്ങ് പറഞ്ഞു തീർത്തു. പിന്നെ അങ്ങനെ മാധ്യമ പ്രവർത്തകർ കയറി എല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയത് മൊത്തത്തിലൊരു ഉരുണ്ടുകളി മാത്രമായി പോയി. ആ കൊണ്ടുവന്ന സ്ത്രീകള് വിത്തിൻസ് ആണോ അതോ ഇനി ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ എന്നുള്ളതും ആർക്കും അറിയില്ല. അതൊക്കെ കൊണ്ടുവന്നവർക്കെല്ലാം അറിയുള്ളൂ. എന്തായാലും ആർക്കും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും അവരെല്ലാരും കണ്ടം വഴി ഓടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായി. മുത്തുമണികളെ, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തായാലും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുണ്ടോ? ജസ്റ്റ് വർഗീയത നിങ്ങൾ ഉദ്ദേശിച്ചത്. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച സംഗതി ഇവിടെ അങ്ങ് നടക്കാൻ പോണില്ല മുത്തുമണികളെ. ഞങ്ങളിതാ ഈ കൈ കൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തണം, അത് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊരു കാര്യം മറന്നുപോയി. നിങ്ങൾക്കില്ലാത്തൊരു സാധനം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ മലയാളികൾക്ക് അല്ലെ കേരളക്കാർക്ക്. അത് എന്തെന്ന് വെച്ചാല് വിവരം. പക്ഷെ ഞങ്ങൾ ഈ കൈ ഉയർത്താറുണ്ട്. അത് എന്തിനാന്ന് വെച്ചാല് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാന്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അത് ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പോ എല്ലാരോടും ബായ്.